ഹലോ ഫ്രണ്ട്സ്, ജോബ്സ് ഗെറ്റ് നോട്ടിഫൈഡിൻ്റെ പുതിയൊരു ജോബ് ഇൻഫോർമേഷൻ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുവാൻ പോകുന്നത് കേരള സർക്കാർ ജോലി ആഗ്രഹിക്കുന്ന യുവാക്കൾക്ക് വേണ്ടി PSC എക്സാം ഇല്ലാതെ റീബിൽഡ് കേരളയിലേക്ക് പുറപ്പെടുവിച്ചിരിക്കുന്ന പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനെ കുറിച്ചാണ്. 7ാം ക്ലാസ്, 10ാം ക്ലാസ്, +2, ഡിഗ്രി തുടങ്ങിയ വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്ന പോസ്റ്റുകളിലേക്കാണ് ഇപ്പോൾ റീബിൽഡ് കേരള ഓൺലൈനായി അപേക്ഷകൾ ക്ഷണിച്ചിരിക്കുന്നത്. യാതൊരു അപേക്ഷാ ഫീസും ഈ പോസ്റ്റിലേക്ക് ഉണ്ടായിരിക്കുന്നതല്ല. അപ്പോൾ യോഗ്യരായ യുവാക്കൾക്ക് ഈ പോസ്റ്റിലേക്ക് ഓൺലൈൻ വഴി അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. കൂടാതെ യോഗ്യരായ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഈ അവസരം ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്കും ഉപകാരപ്പെടുന്നതായിരിക്കും. അതുപോലെ തുടർന്നും കേന്ദ്ര സർക്കാരിൻ്റെയും സംസ്ഥാന സർക്കാരുകളുടെയും പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ തൊഴിൽ വാർത്തകൾ ലഭിക്കുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വയ്ക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ഏതൊക്കെ പോസ്റ്റിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്, വിദ്യാഭ്യാസ യോഗ്യത, ഏജ് ലിമിറ്റ്, സാലറി, എങ്ങനെ ഈ പോസ്റ്റിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയും തുടങ്ങിയ വിവരങ്ങൾ നോക്കാം. കേരള സർക്കാർ ജോലി ആഗ്രഹിക്കുന്ന യുവാക്കൾക്ക് വേണ്ടി റീബിൽഡ് കേരളയാണ് ഇപ്പോൾ പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഈ പോസ്റ്റിൻ്റെ ഓൺലൈൻ ആപ്ലിക്കേഷൻ തുടങ്ങുന്നത് ഏപ്രിൽ 13, 2022 മുതൽ ഏപ്രിൽ 27, 2022 വരെയാണ് ഈ പോസ്റ്റിലേക്ക് ഓൺലൈനായി അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കുന്നത്. ആദ്യം നമുക്ക് ഏതൊക്കെ പോസ്റ്റിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്, വിദ്യാഭ്യാസ യോഗ്യത, ഏജ് ലിമിറ്റ്, സാലറി ഡീറ്റെയിൽസും നോക്കാം. ഒന്നാമത്തെ പോസ്റ്റ് വരുന്നത് IT ഓഫീസറാണ്. ഈ പോസ്റ്റിലേക്ക് വിദ്യാഭ്യാസ യോഗ്യത വരുന്നത് MTech അല്ലെങ്കിൽ ME അല്ലെങ്കിൽ BTech അല്ലെങ്കിൽ BE അല്ലെങ്കിൽ MCA അല്ലെങ്കിൽ MSc കമ്പ്യൂട്ടർ സയൻസ് വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്ക് ഈ പോസ്റ്റിലേക്ക് അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. ഈ പോസ്റ്റിൻ്റെ മാക്സിമം ഏജ് ലിമിറ്റ് വരുന്നത് 30 വയസ്സ് വരെയാണ്. ഈ പോസ്റ്റിലേക്ക് മന്ത്ലി സാലറിയായി ലഭിക്കുക 32,560 രൂപയായിരിക്കും. അടുത്ത പോസ്റ്റ് വരുന്നത് ക്ലർക്കാണ്. ഈ പോസ്റ്റിലേക്ക് വിദ്യാഭ്യാസ യോഗ്യത വരുന്നത് 10ാം ക്ലാസ് മാത്രമാണ്. കൂടാതെ തത്തുല്യ യോഗ്യതയുള്ളവർക്കും ഈ പോസ്റ്റിലേക്ക് അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. ഈ പോസ്റ്റിൻ്റെ മാക്സിമം ഏജ് ലിമിറ്റ് വരുന്നത് 25 വയസ്സ് വരെയാണ്. ഈ പോസ്റ്റിലേക്ക് സാലറിയായി ലഭിക്കുക 21,175 രൂപയായിരിക്കും. അടുത്ത പോസ്റ്റ് വരുന്നത് കമ്പ്യൂട്ടർ അസിസ്റ്റൻ്റ് ആണ്. ഈ പോസ്റ്റിലേക്ക് വിദ്യാഭ്യാസ യോഗ്യത വരുന്നത് SLC അല്ലെങ്കിൽ തത്തുല്യം. കൂടാതെ ഇംഗ്ലീഷിലും മലയാളത്തിലും KGTT സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കാണ് ഈ പോസ്റ്റിലേക്ക് അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കുന്നത്. ഈ പോസ്റ്റിൻ്റെ മാക്സിമം ഏജ് ലിമിറ്റായി വരുന്നത് 25 വയസ്സാണ്. മന്ത്ലി സാലറിയായി ലഭിക്കുക 21,175 രൂപയായിരിക്കും. അടുത്ത പോസ്റ്റ് വരുന്നത് ഓഫീസ് അസിസ്റ്റൻ്റ് ആണ്. ഈ പോസ്റ്റിലേക്ക് 2 വാക്കൻസിയാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഈ പോസ്റ്റിലേക്ക് മിനിമം 7ാം ക്ലാസ് വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്ക് അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. ബിരുദമുള്ളവർക്ക് ഈ പോസ്റ്റിലേക്ക് അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കുന്നതല്ല. ഈ പോസ്റ്റിൻ്റെ മാക്സിമം ഏജ് ലിമിറ്റ് വരുന്നത് 25 വയസ്സാണ്. മന്ത്ലി സാലറിയായി ലഭിക്കുക 18,390 രൂപയായിരിക്കും. അപേക്ഷകരുടെ എണ്ണം കണക്കിലെടുത്ത് റിട്ടൺ എക്സാമിൻ്റെയോ ഗ്രൂപ്പ് ഡിസ്കഷൻ്റെയോ പേഴ്സണൽ ഇൻ്റർവ്യൂവിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഈ പോസ്റ്റിലേക്ക് ഉദ്യോഗാർത്ഥികളെ നിയമിക്കുക. ഈ പോസ്റ്റിലേക്ക് ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്ന അവസാന തീയതി ഏപ്രിൽ 27, 2022 വരെയാണ്. ഈ പോസ്റ്റിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്നു. മേൽപ്പറഞ്ഞ വിദ്യാഭ്യാസ യോഗ്യതയുള്ള യുവാക്കൾക്ക് ഈ അവസരം പ്രയോജനപ്പെടുത്താവുന്നതാണ്. കൂടാതെ യോഗ്യരായ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഈ അവസരം ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്കും ഉപകാരപ്പെടുന്നതായിരിക്കും. അതുപോലെ തുടർന്നും കേന്ദ്ര സർക്കാരിൻ്റെയും സംസ്ഥാന സർക്കാരുകളുടെയും പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയും തൊഴിൽ വാർത്തകൾ ലഭിക്കുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്തു വയ്ക്കുക. ഓക്കെ ഫ്രണ്ട്സ്, മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.